മൂവാറ്റുപുഴയിലെ സെയിന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ നടന്ന കുറച്ച് സംഭവങ്ങളാത്തേ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിപുരുഷരായ പുരോഹിതരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറച്ച് വിശ്വാസികളും കൂടെ ദേവാലയത്തിന്റെ, അതായത് പള്ളിയുടെ അൾത്താരയിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന വീഡിയോ. ക്രിസ്തുവിനെയും ക്രിസ്തുമതത്തെയും പറ്റി സംസാരിക്കാൻ ഈ പുരോഹിതന്മാർക്ക് ആയിരം നാക്കാം. അതുപോലെ തന്നെ അന്യമതത്തെക്കാളും ക്രിസ്ത്യാനികളാണ് ഏറ്റവും മുമ്പിൽ നിന്ന് പറയാനും ഈ വിശ്വാസികൾക്ക് ആയിരം നാക്കാം. അതുപോലെ തന്നെ അന്യമതസ്ഥൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ പുറത്തു വന്നാൽ അതിൻ്റെ താഴെ പോയി തെറി പറയാനും നമ്മളായ ക്രിസ്ത്യാനികൾക്ക് ആയിരം നാക്കാം. പക്ഷേ ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കുന്ന വേറൊരു സമൂഹത്തെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ അവർ മാതാവിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പുണ്യവന്മാരില്ല, അല്ലെങ്കിൽ അവർക്ക് ആഭരണം ഇടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അച്ഛന്മാരില്ല, പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ അവർക്ക് രക്തശുദ്ധിയില്ല. അത് ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ വീട്ടുകാരെയും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ബൈബിളിലെ തന്നെ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നത്. സ്വന്തം കണ്ണിലെ തടിയെടുത്ത് കളഞ്ഞിട്ട് വേണം അന്യൻ്റെ കണ്ണിലെ പൊടിയെടുത്ത് കളയാനെന്ന്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പള്ളിയിൽ കിടന്ന് ഈ അച്ഛന്മാരും വിശ്വാസികളെ അടിയുണ്ടാക്കുന്നത് ക്രിസ്തുവിനെയോ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനാണ്? ഒന്നുമല്ല, എല്ലാം പണത്തിനും പവറിനും വേണ്ടിയാ. കാരണവന്മാരും പുരോഹിതന്മാരും ഒന്നോർത്താ കൊള്ളാം. ഇതൊക്കെ കണ്ടാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും വളരുന്നത്. എന്നിട്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വിശ്വാസം തോന്നും? ദൈവത്തിൻ്റെ ആലയം, അതായത് ദൈവം വസിക്കുന്ന ആലയത്തിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഈ പിള്ളേർക്ക് എങ്ങനെ കയറാൻ തോന്നും? പറയുന്നത് തെറ്റായിരിക്കും, പക്ഷേ പറഞ്ഞു പോകും. ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മതത്തെക്കാളും നല്ലത് കൊതാണ്. കാരണം മതം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്നു, പക്ഷെ കൊതം മനുഷ്യൻ്റെ ഉള്ളിലെ വിഷം പുറത്തേക്ക് തള്ളുന്നു. ബുദ്ധി വേണ്ട, ബോധം മതി മനസ്സിലാക്കാൻ.